ഫ്രണ്ട്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ ജനറൽ വർക്കർ എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അതായത് CSLൻ്റെ ക്യാൻറ്റീനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെന്താണ് കരാറടിസ്ഥാനത്തിലുള്ള നിയമനമാണ്, ഒരിക്കലും ഇതെന്താണ് ഈ പെർമനൻറ്റ് വേക്കൻസി അല്ല, പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കരാറടിസ്ഥാനത്തിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നിങ്ങളുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും അത് റിന്യൂ ചെയ്ത് തരാവുന്ന പോസ്റ്റാണ്. അത്യാവശ്യം ബേസിക് നമുക്ക് മന്ത്ലി ഒരു സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് 7ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിന് മുകളിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാതെ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കും +2 കഴിഞ്ഞിരിക്കും ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ 7ാം ക്ലാസ് പാസ്സാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് 8 മെയ് ആണ്. ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22 മെയ് ആണ്. ഇതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നമുക്ക് നോക്കാം. ജനറൽ 7, OBCക്ക് 7, EWS 1, ദെൻ ടോട്ടൽ വേക്കൻസി 15 വേക്കൻസിയാണ്. ഇനി നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് നോക്കാം, ഇതിലേക്ക് ഏജ് ഓക്കെ ആണോ നോക്കാം, ഇവിടെ നിങ്ങൾ കാണാം. അപ്പോൾ ഇതിലേക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല. ഈ പറയുന്ന ഡേറ്റ് 22 മെയ് 2024 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം OBC വേക്കൻസി ഉണ്ട്. ഈ OBC വേക്കൻസി ആണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ 3 വർഷം മേജർ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പീരീഡ് ഓഫ് കോൺട്രാക്ട് നമുക്ക് നോക്കാം. ഇതിൽ മാക്സിമം പീരീഡ് പറയുന്നത് 3 വർഷമാണ് കേട്ടോ. ഇത് നമ്മുടെ പ്രൊജക്ട് റിക്വയർമെൻറ്റിന് അതുപോലെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും അത് റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീണ്ടും വേക്കൻസി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇതിൻ്റെ റെമ്യൂണറേഷൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ വർഷം എന്താണ് 20,200 ആണ് നിങ്ങൾക്ക് കൺസോൾട്ടേറ്റഡ് പേയ്മെൻ്റ് ആയിട്ട് പെർ മന്ത് ലഭിക്കുക. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ESI EPF ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5,050 രൂപ കിട്ടും പെർ മന്ത്. പിന്നെ സെക്കൻഡ് ഇയർ ആണെങ്കിൽ 2ാമത്തെ വർഷം നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ 20,800 ആണ് കിട്ടുന്നത്. ദെൻ 5,200 നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എക്സ്ട്രാ അവറിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക മന്ത്ലി. ദെൻ തേർഡ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് 21,500 കിട്ടും. 3ാമത്തെ വർഷം നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ മന്ത്ലി ആണ് പറയുന്നത്. ഈ പറയുന്നത് 21,500 മന്ത്ലി ലഭിക്കും. ദെൻ എക്സ്ട്രാ ടൈം നമ്മൾ വർക്ക് ചെയ്ത് ഈ പറയുന്ന 3ാമത്തെ വർഷമാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് 5,350 രൂപ നമുക്ക് മന്ത്ലി കിട്ടും. അപ്പോൾ ഏകദേശം നമുക്ക് കുഴപ്പമില്ലാത്തൊരു സാലറി ആണ്. ഓക്കെ, അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന സാലറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ESI. ഇനി ഇതിലേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് 7ാം ക്ലാസ് പാസ്സായിരിക്കുക. പിന്നെ ഇതിൽ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ അത് കണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട, അതുപോലെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ CSLന് ഏറ്റവും കുറച്ചും പാടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ പോസ്റ്റിലേക്ക് കുറച്ചും പാടെ മുൻഗണനയൊക്കെ കൊടുക്കാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പാടെ ഉണ്ടെങ്കിലാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ നിങ്ങൾ പാസ്സാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, യാതൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഈ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്ന ഡിസൈറബിൾ ക്വാളിഫിക്കേഷനിൽ ഒന്ന് എന്താണ്, നിങ്ങൾക്ക് 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആണ്. അപ്പം ഫുഡ് പ്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുൻഗണന ലഭിക്കും. ഇനി അതല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസസ് ഫ്രം ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഇനി 2 ഇയർ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റുമായി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യണം കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാകും. കുറച്ചും കൂടെ ഈ ഇത്തരം കാൻഡിഡേറ്റ്സ് ആണ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല ഇതിലേക്ക് ഈ പറയുന്ന ട്രേഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് അതിൽ പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ മലയാളം അറിഞ്ഞിരിക്കണം. അപ്പോൾ കേരളത്തിലുള്ളവർക്കാണ് ഇതിലേക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജോബ് റിക്വയർമെൻറ്റ്സ് നമ്മുടെ റോൾ എന്തായിരിക്കും വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെക്കാനൊക്കെ ഉള്ള ഒരു അറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ കേട്ടോ. ഓക്കെ, അല്ല ഭക്ഷണത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക, കാരണം അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ എക്സ് സർവീസ്മാന് നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ആയിരിക്കും. മെത്തേഡ് ഓഫ് സെലക്ഷൻ കൂടെ കാണാൻ റിട്ടൺ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 100 മാർക്കിനായിരിക്കും ടെസ്റ്റ് വരിക. റിട്ടൺ ടെസ്റ്റിൽ വെറും 20 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, 60 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടാവും. ദെൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് നമുക്ക് 80 മാർക്ക്. ദെൻ ടോട്ടൽ നമുക്ക് 100 മാർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അപേക്ഷാ ഫീസ് 200 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. നമ്മൾ ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത്. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വിശദമാക്കി ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോസ് ഞാൻ കാണിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷ നൽകണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നമ്മുടെ സൈറ്റാണ്. ഇതിലെല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ച് നോക്കാം. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്നത് കൊടുക്കാം. അപ്ലൈ നൗവിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റേജ് 1 നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. അത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും നമ്മുടെ സൈറ്റിൽ വന്നിട്ട് അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ
ചെയ്യേണ്ടത് അപ്ലൈ നൗവിൽ ഇവിടെ കാണാൻ രജിസ്ട്രേഷൻ ഈ ബട്ടണാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. രജിസ്ട്രേഷനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ കാണാം രജിസ്ട്രേഷൻ ഫോം അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് റീഡ് ചെയ്യുക. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്കും ഞാൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ CSLൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാം CSL രജിസ്ട്രേഷൻ വീഡിയോ പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ 9 മിനിറ്റ് മുതൽ ഇങ്ങോട്ട് കണ്ടു തുടങ്ങിയാൽ മതി. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്യണം, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വളരെ സിമ്പിളാണ്. സെയിം ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സെയിം ഫോം തന്നെയാണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുക. എന്നതിന് ശേഷം നമ്മൾ ചെയ്യാതെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ടാവും നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അവിടെ വന്നിട്ട് വീണ്ടും അപ്ലൈ നൗവിൻ്റെ ആ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാം. ഓക്കെ, അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇതിൽ ലോഗിൻ ആവും. ലോഗിൻ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ കാണാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ഓർ റീസെറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ജോലി നമ്മൾ ഇവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്കത് ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 കാറ്റഗറിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക ജനറൽ വർക്കർ. ഓക്കെ, ക്യാൻറ്റീൻ ഓൺ കോൺട്രാക്ട് ബേസ്. പിന്നെ ഒരു വേക്കൻസിക്ക് വേറൊരു കാറ്റഗറി ഇവിടെ അക്കൗണ്ടൻറ്റിൻ്റെ ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളിവിടെ ജനറൽ വർക്കർ ക്യാൻറ്റീൻ എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ലാസ്റ്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ്, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം. ഈ അപ്ലൈ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ ചോദിക്കും. ഓക്കെ, ആ യൂസർ ഐ ഡിയും പാസ്വേഡും ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യപാട് ഏതിൽ കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ വേറൊരു ജോലിക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ വേറൊരു ജോലിക്കാണെന്നുള്ള കാര്യമുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് ഐഡിയ കിട്ടും. നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെലക്ഷൻ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മെയിൽ വരും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.